ഈ അനന്തുവിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരുപാട് കേസും കാര്യങ്ങളും എന്തോ ഗൾഫിലൊക്കെ 2018-19 വർക്ക് ചെയ്തതിൽ തന്നെ ഏതോ ഒരു സ്ഥലത്ത് 76,000 ദറംസ് എന്തോ ചീറ്റ് ചെയ്തെന്നോ അതിൽ 10 ദിവസം ജയിലിൽ കിടന്നു എന്നൊക്കെ പലരും പറയുന്നുണ്ട്. ഇതിന് സത്യാവസ്ഥ എന്താണെന്ന് അറിയില്ല, നിങ്ങൾ അന്വേഷിക്കുക. മനസ്സിലായില്ലേ? എനിക്ക് പറയേണ്ട ഇത്ര കാര്യമുള്ളൂ. ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യങ്ങളും നിങ്ങളെ ഇന്റൻഷൻ ശരിയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ലീഗലി പോലീസ് സ്റ്റേഷനിൽ വന്ന് നിങ്ങളത് ഫേസ് ചെയ്യുന്നില്ല? അത് മാത്രമേ ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ അനന്തുവിന്റെ ആദ്യത്തെ വീഡിയോ BJP പറ്റിയാണ്. എടോ, നിങ്ങൾക്ക് എന്താ പ്രശ്നം നിങ്ങളാണ്? ഞാൻ ഈ BJP ജോയിൻ ചെയ്യുന്നതിന് മുന്നേ ഇതേപോലെ BJP പറ്റി ഞാൻ പറഞ്ഞ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. എനിക്ക് BJP ABCD അറിയത്തില്ലായിരുന്നു. ഞാൻ എന്തോ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാൻ നിങ്ങൾ പറയണോ? ഞാൻ ഉള്ള കാര്യം പറഞ്ഞു, എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ പക്ഷെ കുറെ കാര്യങ്ങൾ അറിഞ്ഞു വരുന്നുണ്ട്. എനിക്ക് BJP എന്ന് പറഞ്ഞാൽ ഇഷ്ടമാണ്, ഞാൻ ഇനി സപ്പോർട്ടും ചെയ്യും. മനസ്സിലായില്ലേ? പിന്നെ എന്റെ ട്രാൻസാക്ഷനും കാര്യങ്ങളെല്ലാം അവർ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇതേപോലെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്താണ് പുള്ളിക്കാരന്റെ സംഭവം. ഇത് എന്റെ ട്രാൻസാക്ഷൻ കാണിക്കാൻ വേണ്ടി പറഞ്ഞു. ഇത് എന്റെ പഞ്ചാബ് നാഷണൽ, ഞാൻ 2 അക്കൗണ്ട് യൂസ് ചെയ്യാം. പഞ്ചാബ് നാഷണൽ ബാങ്കില് എന്റെ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ എന്റെ അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റാ. ഇത് കഴിഞ്ഞ 2.5 വർഷത്തെ സ്റ്റേറ്റ്മെന്റാ. മനസ്സിലായില്ലേ? 2.5 വർഷത്തെ എന്റെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റാ. ഇതില് ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റില് ഓൾമോസ്റ്റ് 5,44,00,000 രൂപയുടെ ട്രാൻസാക്ഷൻ എന്റെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നടന്നിട്ടുണ്ട്. ഇതിൽ ഇല്ലീഗൽ ആയിട്ടുള്ള 1 രൂപ പോലും ഇല്ല. ഇല്ലീഗൽ ആയിട്ട് ഞാൻ ഒരു മണി ലോണ്ടറിങ് അവരെന്തോ ഹവാല എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇട്ടേക്കുന്നത്. ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു ട്രാൻസാക്ഷൻ പോലും അതിന്റെ അകത്ത് നടന്നിട്ടില്ല. രണ്ടാമത്തത് എന്റെ HDFC ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ്. HDFC ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞ 6 മാസത്തെ സ്റ്റേറ്റ്മെന്റ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മിനിറ്റ്, അതുകൊണ്ട് ഒന്ന് ഓപ്പൺ ആയി ലൈവായിട്ട് കൊടുത്തു. ഓക്കെ, ഇത് എന്റെ HDFC ബാങ്കിന്റെ സ്റ്റേറ്റ്മെന്റാ. കഴിഞ്ഞ 6 മാസത്തെ സ്റ്റേറ്റ്മെന്റാ. ഈ 6 മാസത്തെ സ്റ്റേറ്റ്മെന്റില് 6 മാസത്തിൽ 1,10,00,000 രൂപ അടുപ്പിച്ച് ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇതിലൊന്നും 1 രൂപ പോലും ഇല്ലീഗലായിട്ടോ മണി ലോണ്ടറിങ്ങോ ഹവാലയോ ഒന്നും ചെയ്തിട്ടുള്ള ഫണ്ടുകളല്ല ഇത്. മനസ്സിലായില്ലേ? ഞാൻ പ്രോപ്പറായിട്ട് ITയും കാര്യങ്ങളെല്ലാം ഫയൽ ചെയ്ത് പോകുന്ന ഒരാളാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഇവരുടെ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ നശിപ്പിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ആ പാറ്റേൺ ഒന്ന് നോക്കിയേ. മീറ്റ് ഡോക്ടർ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നു, അവിടെ ഒരു ലേഡി ഇതേപോലെ വീഡിയോ ഇടുന്നു, അതിന് സപ്പോർട്ട് ചെയ്ത് ഇവരിത് ചെയ്യുന്നു. നിങ്ങൾ എന്തുകൊണ്ട് സോഷ്യൽ മീഡിയനെ ഒരു കോടതിയാക്കുന്നു? എന്തിനാണ് ജനങ്ങളിലേക്ക് ഇത് എത്തിച്ചിട്ട് എന്താണ്? ഞാൻ ഈ പറഞ്ഞാണെങ്കിൽ BJP ഇതെല്ലാം കേട്ട് കഴിഞ്ഞാൽ BJP തന്നെ പുറത്താക്കുമെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത്? അല്ലേ? ഇതാണോ നിങ്ങൾ വിചാരിക്കുന്നത്? ഇനി അങ്ങനെ ഒരു ഡിസിഷൻ അവർ എടുക്കേണ്ടി വന്നാലും വിത്ത് റെസ്പെക്ട്ഫുള്ളി ഞാൻ പറയാണ്, എനിക്ക് BJP പാർട്ടിനെ ഇഷ്ടമാണ്. ഞാൻ മനസ്സുകൊണ്ടാണെങ്കിലും ഞാൻ അവസാനം വരെ ഞാൻ ഒരു BJP കാരനായിരിക്കും. നമ്മുടെ രാജ്യത്തിന് വേണ്ടി എന്ത് കാര്യം നല്ലത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. മനസ്സിലായില്ല? പിന്നെ ഞാൻ അത്ര വലിയ പെർഫെക്റ്റ് ആയിട്ടുള്ള ആളൊന്നുമല്ല. ഞാൻ ബിഗ് ബോസിൽ പറഞ്ഞാണെങ്കിൽ ഞാൻ പോസിറ്റീവും നെഗറ്റീവും ചേർന്നിട്ടുള്ള ഒരു പച്ചയ മനുഷ്യനാണ്. എനിക്ക് നല്ലവനായി ഉണ്ണിയായിട്ട് അഭിനയിക്കാൻ അറിയത്തില്ല. മനസ്സിലായില്ല? റിയാക്ട് ചെയ്യേണ്ട സ്ഥലത്ത് റിയാക്റ്റും ചെയ്യും, പറയേണ്ട കാര്യങ്ങൾ പറയുകയും ചെയ്യും. ഇപ്പോഴും ഞാൻ പറയാണ്, ഈ പറഞ്ഞ ആൾക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഈ അലിഗേഷൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ ആൾക്ക് നിങ്ങളൊന്ന് ആലോചിക്കുക. ഒരാളുടെ വോയിസ് സംസാരിച്ച സമയത്ത് പേഴ്സണലി പണ്ടെപ്പോഴും ചെയ്തെടുത്തിട്ട് ഇപ്പൊ വന്ന് അപ്പൊ അവരുടെ ഇന്റൻഷൻ എന്തായിരുന്നു? ഇവരെന്തിനാണ് എന്റെ അടുത്ത് വന്നത്? അല്ല, ഞാൻ ചോദിക്കുക, എന്തിനാണ് ഇവരുടെ ഇന്റൻഷൻ? എന്താണ്? എന്നെ നശിപ്പിക്കാന്നുള്ളത് മാത്രമാണ്. മനസ്സിലായില്ലേ? സോ അത് അവരിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ ജെന്യുവിനാണ്, ഈ പറഞ്ഞ അനന്തും ഈ പറഞ്ഞ ലക്ഷ്മിയും അബിൽദേവും ഇവർ 3 പേരും ഉണ്ട് കേട്ടോ. ഇവർ 3 പേര് ജെന്യുവിൻ ആണെന്നുണ്ടെങ്കിൽ വന്നിരുന്ന് കാര്യങ്ങൾ ലീഗലി ഫേസ് ചെയ്യും. ഞാൻ റെഡിയാണത്. ഞാനല്ലേ നിങ്ങൾക്ക് വേണ്ടി കംപ്ലൈന്റ് കൊണ്ടുവിടുന്നത്. നിങ്ങൾ എന്തുകൊണ്ട് ഇന്ന് വന്നില്ല? നിങ്ങൾ വിളിച്ചതല്ലേ 10 മണിക്ക് വരണമെന്നുള്ളത്? എന്തുകൊണ്ട് നിങ്ങൾ വന്നില്ല? നിങ്ങൾ ജെന്യുവിനാണെങ്കിൽ വരത്തില്ലേ? ലക്ഷ്മി പറയുന്നുണ്ടായിരുന്നു ഇതേപോലെ പുള്ളിക്കാർക്ക് സമയമില്ല, വരാനായിട്ട് സമയമില്ല, ഞാൻ ഇതിനൊന്നും ഫേസ് ചെയ്യാം. പക്ഷെ ഇന്ന് സ്റ്റോറി ഇട്ടിട്ടുണ്ട്, എന്റെ വക ചായയും പരിപ്പുവടയും ഉണ്ടാവും ആഫ്റ്റർ പ്രസ് മീറ്റ്, ഡോണ്ട് ലീവ് എന്ന് പറഞ്ഞിട്ട് പ്രസ് മീറ്റ് ഹാപ്പനിങ് അറ്റ് 4 PM എന്ന് പറഞ്ഞിട്ട് സ്റ്റോറി ഇട്ടേക്കുന്നത്. അപ്പൊ ഇവിടെ വരാനുള്ള സമയം ഉണ്ടെങ്കിൽ തൊട്ടപ്പുറത്തുള്ള ഈ പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ പോകാനുള്ള സമയം പുള്ളിക്കാരിക്കില്ല. അപ്പൊ എന്താണ് ഇന്റൻഷൻ? പുള്ളിയിൽ പറഞ്ഞ പുള്ളിയിൽ എന്തോ ഭയങ്കര സംഭവം പ്രശ്നങ്ങൾ കാര്യങ്ങളും എന്തോ കുറെ വർക്കും കാര്യങ്ങളും കൊണ്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ 4 മണിക്ക് വരാനുള്ള എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരിക്കുണ്ട്. അപ്പൊ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷൻ ഇത് റിലേറ്റഡ് ആയിട്ട് വരാൻ നിങ്ങൾക്ക് താല്പര്യമില്ല. ഇവർക്ക് ആദ്യമായിട്ട് അബിൽദേവനും ലക്ഷ്മിക്ക് അഗേൻസ്റ്റ് കേസ് കൊടുത്തത് ഞാനാണ്. ജനുവരി 31-ാം തീയതി അന്ന് കമ്മീഷണർ, ട്രിവാൻഡ്രത്തെ കമ്മീഷണറിന് തുമ്പ പോലീസ് സ്റ്റേഷൻ വിളിച്ചിട്ട് വന്നില്ല. ഇപ്പോഴും അതേപോലെ ഞാൻ കൊണ്ടുപോയി കംപ്ലൈന്റ് കൊടുത്തു, വിളിച്ചിട്ട് വന്നില്ല. പിന്നെ എനിക്ക് ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. എന്നെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. എന്റെ വൈഫ് എനിക്ക് ഒരു ഭയങ്കര സപ്പോർട്ടിംഗ് സിസ്റ്റം ആയിട്ടാണ് എന്റെ കൂടെ നിന്നിട്ടുള്ളത്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരി. മനസ്സിലായില്ലേ? ആവശ്യമില്ലാതെ ഒരുപാട് പേര് പുള്ളിക്കാരെ ബ്ലെയിം ചെയ്യുന്നുണ്ടായിരുന്നു. അത്രയും സപ്പോർട്ടിംഗ് ആയിട്ട് എന്റെ കൂടെ നിന്ന് എനിക്ക് ആവശ്യങ്ങളുള്ള സമയത്തെല്ലാം ഫിനാൻഷ്യലിയും എല്ലാ രീതിയിലും എനിക്ക് മെന്റൽ ഹെൽത്തും എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എനിക്ക് തന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. മനസ്സിലായില്ലേ? നമ്മളെ തമ്മിൽ വെറുതെ അനാവശ്യമായിട്ട് പിരിക്കാൻ വേണ്ടി വീണ്ടും മാനിപ്പുലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇതിലിടുന്നുണ്ട്. ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, സോഷ്യൽ മീഡിയ പറയുന്ന കാര്യങ്ങൾ, ഈ സ്റ്റോറിയും ഈ സംഭവങ്ങളൊക്കെ ആയിട്ട് ഇട്ടിട്ട് ആൾക്കാരിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് പകരം നിങ്ങൾ ജെന്യുവിൻ ആണ്, സിൻസിയർ ആണ്, സത്യസന്ധനാണെന്നുണ്ടെങ്കിൽ ലീഗലി പോവൂ. ഞാൻ റെഡിയാണ്.
എനിക്കൊരു പ്രശ്നമില്ല, ഞാൻ ലീഗലി പോകാൻ റെഡിയാണ്. എന്തുകൊണ്ട് നിങ്ങൾ വരുന്നില്ല? നിങ്ങൾ വന്നത് പ്രൂവ് ചെയ്യൂ. മനസ്സിലായില്ലേ? സോ ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപാട് അനുഭവിച്ചു ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. ഇപ്പോഴും ഞാൻ ഇരിക്കുന്നുണ്ട്. ഞാൻ ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. ഇത് കാണുന്ന ജനങ്ങൾ നിങ്ങൾ എന്റെ വർഷം മനസ്സിലാക്കുക. ഇനി അവരിനി എന്ത് വന്ന് പറഞ്ഞാൽ അവർ ഇനി അങ്ങോട്ട് ഒരു സ്റ്റോറിയോ അല്ലെങ്കിൽ ഇനി എന്ത് വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ പേഴ്സണലി നശിപ്പിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മനസ്സിലായില്ലേ? സിൻസിയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ പറയാ, നിങ്ങളിൽ സത്യസന്ധരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലീഗലി പറയോ, ലീഗലി ഫേസ് ചെയ്യും. മനസ്സിലായില്ലേ? എനിക്ക് ഇത്രേ പറയാം. കുറച്ച് അലിഗേഷൻസ് വന്നിട്ടുണ്ട്. അതായത് ജനുവരി 29 ജനുവരി 31 തീയതി അന്നാണ് ഞാൻ ഇതേപോലെ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നത്. മനസ്സിലായി? ജനുവരി 31 കണ്ടിന്യൂ. ജനുവരി 31 തീയതി ഞാൻ പോയി പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്നു. ഈ ജനുവരി 29-30 തീയതി ഈ അബിൽദേവ് എന്നെ വിളിച്ചിട്ട്, എടാ നിന്റെ വീഡിയോ ഞാൻ ഇപ്പൊ എടുത്തിടും, നീ എനിക്ക് ഫണ്ട് അയച്ചു തന്നില്ലെങ്കിൽ നിന്റെ വീഡിയോ എടുത്തിടുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ അവനെ ചീത്ത വിളിച്ചു. മനസ്സിലായി? അവന്റെ തന്തയ്ക്ക് വിളിച്ചു. ഞാൻ ചീത്ത വിളിച്ചിട്ട് ഫോൺ കട്ട് ചെയ്യുമ്പോൾ ഈ പെൺകുട്ടി എന്നെ വിളിക്കുന്നതല്ല, ഇവൻ എന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് എന്നെ വിളിക്കുന്നു. അപ്പൊ ഞാൻ ആദ്യം കട്ട് ചെയ്ത് വിട്ടു. വീണ്ടും എടുത്തിട്ട് എന്റെ അടുത്ത് പറയാണ് ഇതേപോലെ, എന്താണ് റോബിൻ എന്റെ കാശ് എവിടെ? നിന്റെ കാശോ? അതിലാണ് ആ വോയിസ്. അങ്ങനെ ഏത് കാശ്? അപ്പൊ ഞാൻ ഏത് കാശ്? നിന്റെ ഏത് കാശ്? അപ്പൊ നിന്നെ ഞാൻ എക്സ്പോസ് ചെയ്യാൻ പോകണം. ഓൾറെഡി ഈ പുള്ളിക്കാരനെ ചീത്ത വിളിച്ചിട്ട് അജിറ്റേറ്റഡ് ആയി ഇരിക്കുന്ന അടുത്ത സെക്കൻഡിലാണ് പുള്ളി അവരുടെ അടുത്തുണ്ട് വിളിക്കുന്നു. എന്റെ വായിൽ നിന്ന് ഞാൻ ചീത്ത വിളിച്ചു കഴിഞ്ഞ് ഞാൻ വിളിച്ചെന്ന് തന്നെ പറയും. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരി എന്നെ വിളിക്കുന്നുണ്ട്. അത് പക്ഷെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. മനസ്സിലായി? അത് കഴിഞ്ഞിട്ട് ഞാൻ ഇത് റെക്കോർഡ് ചെയ്തിട്ടില്ല, കാരണം എനിക്കത് റെക്കോർഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതേപോലെ പുള്ളിക്കാരി ചീത്ത വിളിക്കുന്നുണ്ട്, അത് കട്ട് ചെയ്തിട്ട് ഈ പറഞ്ഞ കാര്യമുണ്ട്. ഇതിൽ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഞാൻ ചീത്ത വിളിച്ചൊക്കെ എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്, നിന്നെ ഈ വോയിസ് വെച്ചിട്ട് എന്ത് ചെയ്യും? അവളുടെ എന്റെ അടുത്ത് അത് കഴിഞ്ഞിട്ട് പറഞ്ഞത്, ഈ പുള്ളിക്കാരെ ചീത്ത വിളിക്കുന്ന വോയിസ് വെച്ചിട്ട് ഞാൻ അവളെ കൊണ്ട് കംപ്ലൈന്റ് കൊടുപ്പിക്കും. അതിന് മുന്നേ തന്നെ ഞാൻ കൊണ്ടുപോയി എന്ത് ചെയ്തു? ഞാൻ കംപ്ലൈന്റ് കൊടുത്തു. സാർ എന്നെ ഇങ്ങനെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതേ വ്യക്തമായിട്ട് എന്റെ ആ റെസീറ്റും കാര്യങ്ങളെല്ലാം എന്റെ കയ്യിലുണ്ട്. വ്യക്തമായിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? അതിൽ തുമ്പ പോലീസ് സ്റ്റേഷൻ കമ്മീഷണറിൽ പോയിട്ട് പറഞ്ഞിട്ട് ഇവരെന്നെ ത്രെട്ടൻ ചെയ്യുന്നുണ്ട്, ഈ പറഞ്ഞ വോയിസ് വെച്ചിട്ട് നിനക്ക് എഗൻസ്റ്റ് ഇടുമെന്ന് തന്നെ പറഞ്ഞു. അത് തന്നെ അവരെന്ത് ചെയ്തു? അതിനുശേഷം ഞാൻ കംപ്ലൈന്റ് കൊടുത്തിന്. അവര് ജനുവിനാണെങ്കിൽ എന്തുകൊണ്ട് വരുന്നില്ല പോലീസ് സ്റ്റേഷനിൽ? അന്ന് വിളിച്ച് വന്നില്ലല്ലോ. നിങ്ങൾ ഇപ്പൊ ബ്രോന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ, ബ്രോ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ വരും പോലീസ് സ്റ്റേഷനിൽ. നിങ്ങൾ ശരിയാണെങ്കിൽ ഞാൻ അതാ ചെയ്ത. എന്തുകൊണ്ട് അവര് ചെയ്തില്ല, വന്നില്ല? ഇതിനായിട്ട് വരാത്ത എന്തേ? ഞാൻ ചോദിക്കാം, എന്തുകൊണ്ട് വരുന്നില്ല? അത് വരണ്ടേ? പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ പറഞ്ഞ വേദലക്ഷ്മിയെ കൊണ്ട് ഇതെല്ലാം കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം ഇലക്ഷന്റെ സമയത്ത് ഇലക്ഷനിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് എഗൻസ്റ്റ് പോസ്റ്റ് ഇട്ടേക്കുന്നു. മനസ്സിലായില്ലേ? കുണ്ട്രയിലുള്ള ഞാൻ കൊല്ലം കുണ്ട്രയിൽ എത്ര പേര് ചോദിച്ചെന്നറിയോ ഇത് എന്താ സംഭവം? ഞാൻ പിന്നെ ആ സമയത്ത് പ്രതികരിക്കാൻ പോയില്ല. പാർട്ടി എന്റെ അടുത്ത് പറഞ്ഞ അനാവശ്യമായിട്ടുള്ള ഒരു കാര്യം ആ സമയത്ത് വിവാദം വേണ്ടെന്ന് എന്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഈ പുള്ളിക്കാരൻ ആ സമയത്ത് പെരുമ്പാറ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പറയാണ്ട് ഇതേപോലെ ഞാൻ എന്തോ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ജോയിൻ ചെയ്യാനായിട്ടിരുന്നു, ഇതേപോലെ എന്തോ ഫണ്ട് കൊടുക്കാനുണ്ടെന്ന് എന്റെ പറഞ്ഞൊരു കംപ്ലൈന്റ്. അപ്പൊ ഞാൻ ചോദിച്ചു, സാറിന് ചോദിച്ചു, സർ വിത്ത് ഓൾ റെസ്പെക്ട് ഞാൻ ചോദിക്കാം, ബ്രാൻഡ് അംബാസഡർ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങൾ അതിനൊരു ലീഗൽ എഗ്രിമെന്റ് ഉണ്ടോ ഞാൻ വേദലക്ഷ്മി തമ്മിൽ? അതൊന്ന് കാണിക്കാവും. രണ്ടാമത്തെ ഒരു കാര്യം, ഇവർക്ക് എഗൻസ്റ്റ് ആയിട്ട് ഞാനാണ് ആദ്യമേ പോയി കംപ്ലൈന്റ് കൊടുത്തത്. അത് മാത്രമല്ല ഈ പറഞ്ഞ കണക്ക് ഈ എന്താണ് ഫണ്ടിന്റെ കാര്യം ഇവര് പറഞ്ഞ അക്കൗണ്ടിലേക്ക് ഞാൻ ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. അവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് എനിക്ക് അയച്ചു തന്നതായിട്ട് സാറിന് ഒന്ന് കാണിക്കാവും. പിന്നെ ഈ വോയിസ് പുള്ളിക്കാരി കേൾപ്പിക്കുന്നുണ്ടല്ലോ, ചീത്ത വിളിക്കുന്ന വോയിസ് മാത്രം കേൾപ്പിക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പുള്ളിക്കാരി റോബിൻ എനിക്ക് തരാനുള്ള ഇത്ര രൂപ എനിക്കൊന്ന് തരാവോ, എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു തന്നല്ലോ, ഇങ്ങനെ ഒരു വോയിസ്. അങ്ങനെ സാധാരണ നമ്മൾ ഫണ്ട് കൊടുക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും? ബ്രോ എന്റെ ഇത്ര രൂപ കൊണ്ട് തരാൻ പറ്റുമോ, എന്റെ അക്കൗണ്ട് ഡീറ്റെയിൽസ് അയച്ചു ട്രാൻസ്ഫർ ചെയ്യാന്ന് പറയണമല്ലോ. എന്തുകൊണ്ട് അങ്ങനെ ഒരു വോയിസ് ഇല്ല? ലക്ഷ്മി ഞാൻ ചോദിച്ചു, സിമ്പിൾ ആയിട്ട് ലോജിക്കലി ചോദിക്കാം. ബ്രോ ഞാൻ ഇത് പറഞ്ഞത്, ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് വേറെ. ഇപ്പൊ ഒരാൾ മാത്രം സംസാരിക്കുന്നത്. ഞാനിപ്പോ റീസെന്റ് ഒരു വീഡിയോ ഇട്ടില്ലേ, ഞാൻ എന്താ ഇട്ടത്? എല്ലാരും പറയുന്നത് ഞാൻ BJP-ക്കാരനായതുകൊണ്ട് ഞാൻ ഒരു വർഗീയവാദിയാണെന്ന്. ഞാൻ വർഗീയവാദിയല്ല. ഞാൻ എവിടെ വർഗീയത പറഞ്ഞിട്ടുണ്ട്? പൊതുവെ BJP-ക്കാർ വർഗീയവാദികളാണ് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് എല്ലാ സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഒരു കാര്യം ആ സുഹൃത്തിന്റെ അടുത്ത് ഞാൻ ആ സമയത്ത് എന്റെ അടുത്ത് എന്തോ കാര്യം ചോദിച്ച സമയത്ത് അങ്ങനെ ഒരു കാര്യം പറഞ്ഞു. മനസ്സിലായില്ലേ? പൊതുവേ പറഞ്ഞു, എല്ലാരും പറയാറില്ലേ? ഞാൻ ചോദിക്കും, പൊതുവെ സോഷ്യൽ മീഡിയ പറയാറുണ്ടോ BJP-ക്കാരെല്ലാരും വർഗീയവാദിയാണെന്ന്? പറയാറുണ്ടോ? പറയാറുണ്ടല്ലോ. ഇല്ല 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 പറയാറുണ്ട്. അല്ല ഞാൻ ചോദിച്ചത്, ഒരു വർഷം മുന്നേ ഞാൻ BJP ജോയിൻ ചെയ്യുന്നത് മാർച്ച് എത്രാം തീയതി? 3-ാം തീയതി. മനസ്സിലായില്ലേ? അതിനുശേഷമാണ് ഞാൻ പറയാം, അതിൽ പറയുന്നുണ്ട്, ആ വോയിസ് വ്യക്തമായിട്ട് പറഞ്ഞിട്ട് എനിക്ക് ഇതിന്റെ ABCD അറിയത്തില്ല, എനിക്ക് അറിയാത്ത കാര്യം ഞാൻ ഇങ്ങനെ പറയും. ഞാൻ രാഷ്ട്രീയപരമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ഒരാളല്ല, പക്ഷെ ആഗ്രഹമുള്ള ഒരാളാണ്. മനസ്സിലായില്ലേ? അതിനുശേഷം ഇപ്പോഴാണ് സിൻസിയറായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരാളാണ്. ആ സമയത്ത് വർഗീയവാദികളാണ് എന്ന് പൊതുവെ ആൾക്കാർ പറയുന്ന കാര്യമാണ് ഞാൻ അവിടെ പറഞ്ഞത്. അതവിടെ റോബിൻ ഇത് അവരുടെ ഇന്റൻഷൻ അതാണല്ലോ. ഞാനിപ്പോ BJP പാർട്ടിയുമായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ കഴിഞ്ഞ ഈ പറഞ്ഞ എന്താണ് നമ്മുടെ പ്രൊട്ടസ്റ്റിനൊക്കെ പോയ വീഡിയോസ് എല്ലാം അത്യാവശ്യം വൈറലാണ്, എല്ലാ ആൾക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റ് ചെയ്തു എന്നുള്ള. അത് കുറെ പേർക്ക് എന്ത് ചെയ്തില്ല, പിടിച്ചിട്ടില്ല. അത് പിടിക്കാത്ത പലരും എന്ന് പറയുന്നത് ഈ പറഞ്ഞ ആൾക്ക് മറ്റുള്ള പാർട്ടിക്കാരോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല മതത്തിലുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അവർക്കറിയാം ഈ ഒരു സാധനം ഇപ്പൊ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവനെന്ത് ചെയ്യും? ഈ രീതിയിൽ ഒരു അറ്റാക്ക് വരും. ഞാൻ ഇപ്പോഴും പറയുന്നു, പൊതുവെ
പൊതുവെ നോർമലി കേരളത്തിൽ സത്യസന്ധമായിട്ട് ഞാൻ പറയാണ് BJP-ക്കാർ വർഗീയവാദികളാണെന്ന് പറയാറുണ്ട്. എന്നെ പോലും പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ റോബിന്റെ ആദേശം വർഗീയവാദിയാണെന്ന്. ഞാൻ റീസെന്റ് ഞാൻ വീഡിയോ ചെയ്തത്. ഞാൻ ഒരിക്കലും വർഗീയത പറഞ്ഞിട്ടില്ല, ഞാൻ വർഗീയവാദി അല്ല, ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ എന്ത് ചെയ്ത പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായില്ല? അപ്പൊ ആ പറഞ്ഞ കാര്യങ്ങൾ ഒരാളോട് സംസാരിക്കുന്ന കോൺവെർസേഷൻ ഏത് രീതിയിൽ വേണമെങ്കിൽ ഇതിനൊരു മറുപക്ഷം ഉണ്ടല്ലോ. ഇതിൽ ഞാൻ പറയുമ്പോ വേറൊരു പക്ഷമുണ്ട്, ഇതിലുണ്ട്. എന്തുകൊണ്ട് അതില്ല? ഞാൻ പറയുന്ന മാത്രം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ കട്ട് ചെയ്ത് ഒരു സൈഡ്, അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇങ്ങനെ എന്റെ കയ്യിൽ പ്രൂവ് ചെയ്യാൻ ഞാൻ റെക്കോർഡ് ചെയ്യാറില്ല. ഞാൻ അബിൽ ദേവിന്റെ കൂടെ സംസാരിച്ചു. ഇപ്പോഴും നോട്ട് ചെയ്യണം, ഇതിന്റെ മുഖ്യ പ്രതിയായിട്ടുള്ള അബിൽ ദേവിന്റെ കൂടെ സംസാരിച്ച വോയിസുകളാണ് ഈ വരുന്നത്. അയാൾ എന്നെ പറഞ്ഞ് ത്രട്ടൻ ചെയ്ത മാസങ്ങൾക്ക് മുന്നേ പറഞ്ഞ കാര്യങ്ങളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? മാസങ്ങൾക്ക് മുന്നേ എന്നെ ഇതേപോലെ വോയിസ് എല്ലാം വെച്ച് ത്രട്ടൻ ചെയ്ത് നിന്നെ നിന്ന് ഞാൻ ഫണ്ട് വാങ്ങും എന്ന് പറഞ്ഞതാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അയാളും കൂടെ സംസാരിച്ച, അല്ല വേദലക്ഷ്മിയോടെ ഈ പറഞ്ഞമാരെ ഈ ആൻവിയോടെ സംസാരിച്ചല്ല, ഈ പറഞ്ഞ അബിൽ ദേവിനോട് സംസാരിച്ച കാര്യങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇയാൾ ചെയ്തിരിക്കും. ഇയാൾ ഇനിയും അത് ചെയ്യും. ഈ പറഞ്ഞ ഈ വേദലക്ഷ്മിയെ കൊണ്ട് ഇയാളാണ് ചെയ്യിപ്പിക്കുന്നത്. അബിൽ ദേവാണ് ഇതിന് പറയില്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം അയാളെ തന്തയ്ക്ക് വിളിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത ഒരു വോയിസ് ഇട്ടത്. മനസ്സിലായില്ല? അയാൾ അത്രയും ചെയ്തു. അയാൾ ഇന്നേ ഒരു കേസ് കൊടുത്ത് കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലല്ലോ. ഈ പറഞ്ഞ വേദലക്ഷ്മിയും ഇയാളും ഒരുമിച്ചാണ് ഉള്ളത്. നിങ്ങൾക്ക് അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും.